ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പൊട്ടറ്റോ എഗ് കബാബാണ്. സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ ചായക്ക് വെള്ളം വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങും 2 മുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ബോയിൽ ചെയ്തെടുത്തിരിക്കുന്ന മുട്ടയും ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്രേറ്റർ വെച്ച് ഞാൻ ആദ്യമേ ഉരുളക്കിഴങ്ങാണൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. 2 ഉരുളക്കിഴങ്ങും 2 മുട്ടയും ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് പോരാന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ നമുക്കിത് ആഡ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഗ്രേറ്റ് ചെയ്ത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലകളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എഗ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലോ എടുക്കാം. ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ മസാലയും ഈ ഓണിയനും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് പകരമായിട്ട് സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെയൊക്കെ രൂപത്തിൽ കൈയുടെ വെള്ളയിൽ വെച്ചൊന്ന് പതുക്കി സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഷേപ്പാക്കിയെടുത്ത കബാബ് നമുക്ക് ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്ത ഈ കബാബ് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്തത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ചെയ്തെടുത്ത ഇപ്പോൾ 8 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഈ കബാബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡ് ഫ്രൈ ആകുന്ന സമയത്ത് മറു സൈഡ് തിരിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിനകത്തിൽ ഫ്രൈ ചെയ്യാനൊന്നുമില്ല. എല്ലാ സാധനവും നമ്മളിവിടെ കുക്ക് ചെയ്താണ്. അപ്പോൾ പുറത്തെ ആ കോട്ടിങ് മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഇപ്പം 2 സൈഡും ഗോൾഡൻ കളറായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ എഗ് കബാബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.